നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ അജൈവ മാലിന്യ ശേഖരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പുതിയ വാഹനങ്ങളെത്തി. 1.5 ടൺ ശേഷിയുള്ള കണ്ടെയ്നർ ബോഡി കവേർഡ് വിഭാഗത്തിൽപ്പെട്ട 2 പിക്കപ്പ് വാഹനങ്ങളാണ് നഗരസഭ സ്വന്തമാക്കിയത്. 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവ വാങ്ങിയത്. ഹരിതകർമ്മസേനയ്ക്കുള്ള പുതിയ വാഹനങ്ങളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് കുന്നംകുളത്തെ എത്തിക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ പങ്ക് വലുതാണെന്നും പുതിയ വാഹനങ്ങൾ എത്തിയതോടെ നഗരസഭാ പരിധിയിലെ മാലിന്യ ശേഖരണവും സംസ്കരണവും കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, മറ്റ് കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ പൗരോഹിത്യ രജത ജൂബിലിയും ദേവാലയം പുതുക്കി പണിതതിന്റെ രജത ജൂബിലിയും ഇടവക ദിനവും ആഘോഷിച്ചു. ഇടവക വികാരിയും ജൂബിലേറിയനുമായ ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യ കാർമ്മികനായി നടന്ന ദിവ്യബലിക്ക് ദേവാലയം നവീകരിച്ച ഘട്ടത്തിൽ വികാരിയായിരുന്ന ഫാദർ സൈമൺ തേർമടം സഹകാർമ്മികനായി. ഇടവകാംഗവും പാവർട്ടി സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് കിടങ്ങൻ സന്ദേശം നൽകി. തുടർന്ന് സ്നേഹവിരുന്നിനു ശേഷം ദേവാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ മെൽബൺ രൂപതാ ബിഷപ്പ് എമരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ ജൂബിലി ഉദ്ഘാടനവും ഡയാലിസിസ് ഫണ്ട് ഉദ്ഘാടനവും നിർവഹിച്ചു. ഇടവക ക്രിസ്തു വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു സമൂഹമാണ്, ഒരു കുടുംബമാണ്. അവിടെ ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനത്തിലൂടെ ഈശോയെ കണ്ടുമുട്ടുകയും കൗദാശിക പരികർമ്മത്തിലൂടെ ഈശോയുടെ സജീവ സാന്നിധ്യം അനുഭവിക്കുകയും ആ സ്നേഹം പരോപകാര പ്രവൃത്തികളായിട്ട് ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ കൂട്ടായ്മയാണ് ഒരു ഇടവക സമൂഹം. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ ജൂബിലി ആശംസ അർപ്പിച്ച ശേഷം വികാരിയെ ആദരിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഇടവകാംഗങ്ങളായ ജനപ്രതിനിധികളെ ആദരിച്ചു. അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ടിങ്കിൽ വാഴപ്പിള്ളി ഇടവകയിലെ മികച്ച കുടുംബ കൂട്ടായ്മകളെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോഷി വർഗീസ്, അൽഫോൺസ് മുട്ടത്ത്, MK റെജി, KV ജോയ്, ജനറൽ കൺവീനർ AJ ജോൺസൺ, പ്രോഗ്രാം കൺവീനർ ജോമി ജോൺസൺ, ഏകോപന സമിതി പ്രസിഡന്റ് ജിൻഡോ വിൻസെന്റ്, പ്രതിനിധി യോഗം സെക്രട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമസ്ത ജില്ലാ മദ്ഹൂർ റസൂൽ കോൺഫറൻസ് ബുധനാഴ്ച പന്നിത്തടത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10-ന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ദാർശനിക സമീക്ഷ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഞാൻ കണ്ട നബി എന്ന വിഷയത്തിലുള്ള സാംസ്കാരിക സംഗമം ചിന്തകൾക്കും സംവാദങ്ങൾക്കും പുതിയ ദിശ തുറക്കുന്ന വേദിയാകും. വ്യത്യസ്ത മേഖലകളിലുള്ള അതിഥികൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. മുഹമ്മദ് നബി കാലം തേടുന്ന കാരുണ്യം എന്ന ശീർഷകത്തിലാണ് ഈ വർഷം സമസ്തയുടെ റബീ ക്യാമ്പയിൻ നടക്കുന്നത്. ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനത്തിൽ സമസ്ത കേന്ദ്ര മുശാവറാംഗവും ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയാകും. കേന്ദ്ര മുശാവറാംഗവും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൽ സലാം ബാഖവി മദ്ഹൂർ റസൂൽ സന്ദേശം കൈമാറും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ മുസ്തഫ നദ്വി മരത്തങ്കോട് പതാക ഉയർത്തും. മുസ്തഫ ഹുദവി ആക്കോട് മുഖ്യാതിഥിയാകും. 1000-ലധികം പണ്ഡിതർ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഗ്രാൻഡ് മൗലീദ് രാവിലെ 9-ന് തുടങ്ങും. ശേഷം മദ്ഹൂർ റസൂൽ സംഗമവും തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ദാർശനിക സമീക്ഷയിൽ സമസ്ത ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം അധ്യക്ഷത വഹിക്കും. ഷുഹൈബുൽ ഹൈത്തമി അവതാരകനാകും. എഴുത്തുകാരനും സാഹിത്യ പ്രവർത്തകനുമായ കൽപ്പറ്റ നാരായണൻ, സാമൂഹിക പ്രവർത്തകനും ചരിത്രകാരനുമായ അജിത് കൊളാടി, മാധ്യമപ്രവർത്തകനും ചന്ദ്രിക ദിനപത്രം മുൻ എഡിറ്ററുമായ CP സൈദലവി, SNEC അക്കാദമി കൗൺസിൽ അംഗം മുജ്തഫ ഫൈസി ആനക്കര തുടങ്ങിയവർ ഞാൻ കണ്ട നബി എന്ന വിഷയത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ബഷീർ ഫൈസി ദേശമംഗലം, അബ്ദുൽ കരീം ഫൈസി പൈങ്കണ്ണൂർ, CA ലത്തീഫ് ദാരിമി ഹൈത്തമി, ഷഹീർ ദേശമംഗലം, MH നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൃത്തല വിദ്യാഭ്യാസ ഉപജില്ലാ ഗെയിംസിൽ ഫുട്ബോൾ മത്സരത്തിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കി. ജൂനിയർ വിഭാഗത്തിൽ കിരീടം ചൂടിയ ചാലിശ്ശേരി സബ് ജൂനിയർ വിഭാഗത്തിൽ 3-ാം സ്ഥാനവും സീനിയർ വിഭാഗത്തിൽ 4-ാം സ്ഥാനവും നേടി. പേരിങ്ങോട് സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടന്ന മത്സരത്തിൽ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ മികച്ച ടീമുകളാണ് മാറ്റുരച്ചത്. ഓരോ മത്സരത്തിലും മികച്ച പോരാട്ട വീര്യം പുറത്തെടുത്ത ചാലിശ്ശേരി താരങ്ങൾ ജൂനിയർ വിഭാഗത്തിൽ കിരീടത്തിലേക്ക് മുന്നേറുകയായിരുന്നു. സബ് ജൂനിയർ വിഭാഗത്തിലും സീനിയർ വിഭാഗത്തിലും മികച്ച പ്രകടനം പുറത്തെടുത്താണ് യഥാക്രമം 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും സ്വന്തമാക്കിയത്. ഗ്രൗണ്ടിലെ ആത്മവിശ്വാസവും ഒത്തിണക്കമുള്ള ടീം പ്രകടനവും ചാലിശ്ശേരി ടീമിന്റെ മുന്നേറ്റത്തിന് കരുത്തായി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക ഷക്കീല മുഹമ്മദ്, വിപിൻ, കോച്ചുമാരായ നബീൽ, മിഥിലാജ് എന്നിവരുടെ നിരന്തര പരിശീലനവും കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. വിജയികളെ തൃത്താല AEO കെ പ്രസാദ്, സ്കൂൾ PTA എന്നിവർ അഭിനന്ദിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ കീഴിലുള്ള ചാട്ടുകുളം കുരിശുപള്ളിയുടെ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ TC ജേക്കബ് കൊടിയേറ്റം നടത്തി. സഹവികാരി ഫാദർ കുര്യാക്കോസ് ജോൺസൺ, കൈസ്ഥാനി റെജി CI, സെക്രട്ടറി ഷാജി CC, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 14, 15 തീയതികളിലാണ് ചാട്ടുകുളം കുരിശുപള്ളി പെരുന്നാൾ ആഘോഷം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 64ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ആര്യപ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി അധ്യക്ഷനായി. MLA മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, UR പ്രദീപ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, അനൂപ് കിഷോർ, S ബസന്തലാൽ, കൗൺസിലർമാരായ VB പീതാംബരൻ, മധു അമ്പലപുരം, ബിജു ഇഗ്നേഷ്യസ്, ലില്ലി ഫ്രാൻസിസ്, ജില്ലാ സെക്രട്ടറി KK കസീമ, മേഖലാ പ്രസിഡന്റ് ഡോക്ടർ സുശീൽ രാഹുൽ, ജില്ലാ കമ്മിറ്റി അംഗം ബൈജു ഇമേജ്, അജിത് കിഷോർ, വിജയ രാമദാസ്, ജോസ് KV എന്നിവർ സംസാരിച്ചു. പ്രാദേശിക പഠനങ്ങൾ, വീട്ടുമുറ്റ സദസ്സുകൾ, പുസ്തക പ്രചാരണം, PPC ഉൽപ്പന്നങ്ങളുടെ പ്രചാരണം, ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നോളജ് ഫെസ്റ്റിവൽ, സെമിനാറുകൾ, കലാജാഥകൾ എന്നിവ സംഘടിപ്പിക്കും. കെ രാധാകൃഷ്ണൻ മുഖ്യരക്ഷാധികാരി, MLA മാരായ AC മൊയ്തീൻ, UR പ്രദീപ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ, രക്ഷാധികാരികൾ സേവ്യർ ചിറ്റിലപ്പള്ളി, ചെയർമാൻ KP ജോയ്സൺ, ജനറൽ കൺവീനർ തുടങ്ങി 751 പേരടങ്ങിയ സംഘാടക സമിതി യോഗം തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി വിനീത് EM സ്വാഗതവും KP ജോയ്സൺ നന്ദിയും പറഞ്ഞു. കുന്നംകുളം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഇല്ലനിറയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി വിജിലേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തിമാരായ ശിവപ്രസാദ് നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറിമാരായ KS ചന്ദ്രൻ, PV സുരേഷ്, വൈസ് പ്രസിഡന്റ് KR ജയവർദ്ധനൻ, ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് കുമാർ, ട്രഷറർ MC അപ്പു, ക്ഷേത്ര മാനേജർ ഉണ്ണികൃഷ്ണൻ, KS ബിനോയ്, സുധീരൻ, സുനിൽ, ശ്രീജ പ്രജി, വത്സല തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവാഘോഷങ്ങളുടെ നടത്തിപ്പിനാവശ്യമായ ആനകളുടെ ക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നിയമ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖലാ സമ്മേളനം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് T സോമശേഖരൻ അധ്യക്ഷനായി. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനം സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, ജില്ലാ പ്രസിഡന്റ് AA കുമാരൻ, PK രാമകൃഷ്ണൻ, സുരേഷ് കുമാർ കോട്ടക്കുറുമ്പ എന്നിവർ സംസാരിച്ചു. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി കുന്നംകുളം മേഖലയുടെ പുതിയ ഭാരവാഹികളായി T സോമശേഖരൻ പ്രസിഡന്റ്, സുനീഷ് ഐനിപ്പുള്ളി സെക്രട്ടറി, സുരേഷ് കോട്ടക്കുറുമ്പ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് മദർ യോഹന്ന ചാരിറ്റബിൾ സൊസൈറ്റി കരുണാലയത്തിൽ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കരുണാലയത്തിലെ അന്തേവാസികൾക്കും മറ്റു ജീവനക്കാർക്കുമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ വിദഗ്ധ ദന്ത ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ദന്തപരിശോധനയും ആരോഗ്യ ബോധവൽക്കരണവും നടത്തി. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് നിർവഹിച്ചു. ജിന്നി കുരുവിള, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബബിത ഹരിപ്രസാദ്, സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആശാഭവനിലെ അന്തേവാസികൾ ഗാനങ്ങൾ ആലപിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ചടങ്ങിൽ ഡോക്ടർ സോന, സീനിയർ ഡെന്റിസ്റ്റ് ഡോക്ടർ T രജീഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ദന്തസംരക്ഷണം, വായുടെ ശുചിത്വം, ദന്തരോഗങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകി. തുടർന്ന് നടന്ന ദന്തപരിശോധനയിൽ കരുണാലയത്തിലെ അന്തേവാസികളുടെയും
ക്യാമ്പിൽ പങ്കെടുത്തവരുടെയും പല്ലുകളുടെ ആരോഗ്യനില പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ ഡെന്റൽ കെയർ കിറ്റുകളും മരുന്നുകളും വിതരണം ചെയ്തു. സിസ്റ്റർ എൽസിബ OCC നന്ദി പറഞ്ഞു. കരുണാലയത്തിലെ അന്തേവാസികളുടെ ദന്താരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ദന്ത സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനമായാണ് ക്യാമ്പ് നടത്തിയത് എന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. MJSSA കുന്നംകുളം മേഖലാ കലോത്സവം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സമാപിച്ചു. ഇടവക വികാരി ഫാദർ എബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ സജീഷ് മാസ്റ്റർ അധ്യക്ഷനായി. കലോത്സവത്തിൽ ചാലിശ്ശേരി MPPM സൺഡേ സ്കൂൾ 1ാം സ്ഥാനവും പെങ്ങാമുക്ക് JSC സൺഡേ സ്കൂൾ 2ാം സ്ഥാനവും ആര്യമ്പാടം സെന്റ് മേരീസ് സൺഡേ സ്കൂൾ 3ാം സ്ഥാനവും നേടി. സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിലെ ഓവറോൾ ട്രോഫികൾ പെങ്ങാമുക്ക് JSC സൺഡേ സ്കൂളും സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിലെ ട്രോഫികൾ ചാലിശ്ശേരി MPPM സൺഡേ സ്കൂളും കരസ്ഥമാക്കി. വ്യക്തിഗത ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ അന്ന C. ബിജു, ജൂനിയർ വിഭാഗത്തിൽ ജീവൻ ജിജോ, സീനിയർ വിഭാഗത്തിൽ ആഗ്നസ് K. എഡിസൺ എന്നിവർ ജേതാക്കളായി. വിജയികൾക്ക് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് ട്രോഫികൾ സമ്മാനിച്ചു. ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ സജീഷ് പെങ്ങാമുക്ക്, ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോബിൻ ജോണി, ഹെഡ്മാസ്റ്റർ ആന്റണി KC, സ്റ്റാഫ് സെക്രട്ടറി നവോമി കുഞ്ഞുമോൻ, PTA പ്രസിഡന്റ് എഡിസൺ KM എന്നിവർ നേതൃത്വം നൽകി. കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി കരിക്കാട് കാരുകുളം ശ്രീ മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 4 മണി മുതൽ ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ജയേഴ്ശാന്തി പ്രധാന കാർമ്മികത്വം വഹിക്കും. തിലഹോമം, സായുജ്യപൂജ, ഗണപതി ഹോമം, ഭഗവത് സേവ തുടങ്ങിയ പ്രത്യേക വഴിപാടുകൾ നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ദിലീപ് കാർമ്മികത്വം വഹിക്കും. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിന് ഒരുക്കങ്ങളായി. അമാവാസി ദിനമായ ബുധനാഴ്ച പുലർച്ചെ 4 മണി മുതൽ നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി അനിൽകുമാർ മേപ്പറമ്പത്ത് കാർമ്മികത്വം വഹിക്കും. പിതൃമോക്ഷത്തിനായുള്ള ബലിതർപ്പണത്തിന് 100 കണക്കിന് ജനങ്ങളാണ് എത്തിച്ചേരാറുള്ളത്. കാലത്ത് 8 മണിവരെ തർപ്പണം നടത്തും. അന്നേ ദിവസം ക്ഷേത്രത്തിൽ പിതൃക്കളുടെ മോക്ഷത്തിനായി നടത്തുന്ന സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ പ്രത്യേക വഴിപാടുകളും നടത്താവുന്നതാണ്. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി, മാതൃസമിതി, താല കമ്മിറ്റി എന്നിവർ നേതൃത്വം നൽകും. CCC ഗുരുവായൂരിന്റെ 893ാം പ്രോഗ്രാം ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 7-ന് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ശ്രീനന്ദന തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഇരുവർ എന്ന നാടകമാണ് അരങ്ങേറുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,930 രൂപ, പവന് 1,11,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം ചാലിശ്ശേരി പെരുമണ്ണൂർ മടത്തിൽപ്പടി കുഞ്ഞുകുട്ടൻ നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. അമ്മിണി ഭാര്യയും ദേവദാസൻ, രേവതി, ജയദേവൻ എന്നിവർ മക്കളുമാണ്. ആനായിക്കൽ മുതിരംപറമ്പിൽ അപ്പു മകൻ ജനാർദ്ദനൻ നിര്യാതനായി 85 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് നടക്കും. പത്മാവതി ഭാര്യയും അപർണ, അരുണ, അനീഷ് എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ പുലിക്കോട്ടിൽ വർഗീസ് ഭാര്യ അമ്മിണി നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഡാർലി, പരേതനായ ജോസ്, ചെറിയാൻ, ഷെർലി, ഷാജു എന്നിവർ മക്കളാണ്. തെക്കേപ്പുറം പനക്കൽ പറമ്പിൽ കുഞ്ഞൻ ഭാര്യ അമ്മിണി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 2 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. വിജയൻ, രവി, ഉഷ, ഗിരിജ, സുജ, സുനിത, സുമിത, സുമേഷ്, പരേതനായ ഷാജു എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.